ഈ ഡ്രസ്സ് ഫ്ലോപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. കാരണം കളേഴ്സ് എന്തോ ഒരു തീരെ ഒരു മാച്ചിങ് ഇല്ലാത്ത പോലെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതാണ് കേട്ടോ വീഡിയോ കോളിലൂടെയൊക്കെ. ഇതാണ് കേട്ടോ റെഫറൻസ് തന്നത് നമ്മൾ തന്നെ ഫ്രോക്കിൻ്റെ. അതിൽ കുറച്ച് ചേഞ്ചസ് പറഞ്ഞിട്ട് കസ്റ്റമർ പീക്കോക്ക് ബ്ലൂ, പീക്കോക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കളേഴ്സും സെലക്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഈ ഒരു കളേഴ്സൊക്കെ എങ്ങനെയായിരിക്കും വന്നാൽ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കസ്റ്റമറിനോട് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടോ എവിടേക്ക് എന്തൊക്കെ കളേഴ്സ് വേണമെന്നുള്ളത്. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. അപ്പോൾ ഫൈനൽ നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഏകദേശം എനിക്ക് കുറച്ചൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ടെന്ന് തോന്നി. അപ്പം നമ്മൾ ഹെവി ആയിട്ട് ഫ്രില്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 12 മീറ്റേഴ്സോളം ഫ്ലെയറിലാണ് നമ്മളിത് താഴെ പോർഷനിൽ ഗ്യാദേഴ്സും കൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സ് ആണ് കേട്ടോ. ഈ ലാസ്റ്റ് ഇതുപോലെ പഫ് സ്ലീവിൽ നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് യൂട്ടിട്ടാണ് 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു എക്സ്ട്രാ നമ്മൾ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത്. എന്നാലും നമുക്ക് ആ ഒരു ഭാഗത്ത് പഫ് ആയിട്ട് കിട്ടാൻ വേണ്ടി അത് ഒരു 7 മീറ്ററോളം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലഫി ആയിട്ട് കിട്ടാം. ആ ഒരു ഭാഗം ഇങ്ങനെ പഫി ആയിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ 2 സ്ലീവ്സ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ പഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഫാബ്രിക്സ് എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്രയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഒരു പഫ്നെസ് വരുന്നത്. നമ്മൾ ഷോൾഡർ ഇങ്ങനൊരു എന്താണ് കോൾഡ് ഷോൾഡർ പോലെയാണ് കേട്ടോ. താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെയാണ്. നമ്മളിനി അതിൽ പൈപ്പിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാൾട്ടർ നെക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ അവിടെ നമ്മൾ പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരുമല്ലോ, ആ ഭാഗത്തൊക്കെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊരു 3 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു സെയിം കസ്റ്റമർ തന്നെ നമുക്ക് ബർത്ത്ഡേ ഫ്രോക്സും അതുപോലെ തന്നെ അവരുടെ ദീപാവലി പിന്നെ ഇടയ്ക്ക് എന്തോ മാരേജ് ഫങ്ഷൻസൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ അവർക്ക് കസ്റ്റമൈസ് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായത്. ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒരു വെഡ്ഡിങ്ങിൻ്റെ എന്തോ ഒരു മൊമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഒരു 2 മന്ത്സ് ബിഫോറായിട്ട് തന്നെ ബർത്ത്ഡേൻ്റെ ഫ്രോക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിട്ടോ. പക്ഷേ എത്ര ഓർഡർ തന്നാലും നമ്മൾ ആ ഒരു അവർക്ക് ഈ ഒരു ഒക്ടോബറിലാണല്ലോ ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. അർജൻറ്റ് ഓർഡേഴ്സൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അതിനിടയിലുള്ള ഓർഡേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ബോഡി പോർഷനും കൂടെ ഫ്രണ്ട് ഷീറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ലീവ്സ് നമ്മൾ ആ ഒരു ഹാൾട്ടർ നെക്കും ഇനി ചെയ്യാനുണ്ട്. നമ്മൾ അതും കൂടെ ഉണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫൈനൽ വന്നപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നി. അതിനുശേഷം ഹാൾട്ടർ നെക്കും ഫുൾ സിപ്പും കൂടെ ഉണ്ടോ നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ മെർമെയ്ഡ് തീമിൽ ഒരു പീക്കോക്കിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും കസ്റ്റമറിൻ്റെ ഫിക്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.